ചോദ്യങ്ങൾ ചോദിക്കണം, അന്വേഷിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? മാഷ് പറഞ്ഞ കണക്ക് തെറ്റാന്ന് പറഞ്ഞവനാ. മാഷ് 1 1 2 2 1 3 എന്ന് കണക്ക് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, അല്ല മാഷേ, ഒരു പുഴ അങ്ങന്ന് വരുന്നു 1, വേറൊരു പുഴ ഇങ്ങന്ന് വരുന്നു 1, 1 1 കൂടിച്ചേർന്നാൽ പിന്നെ 2 പുഴയല്ലല്ലോ, വലിയ പുഴയല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ 1 1 കൂട്ടിയാൽ ഇമ്മണി വല്യൊന്ന് എന്ന് പറഞ്ഞ ബഷീറാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ എറിയുന്ന മലയാളി. അതുകൊണ്ട് മാഷന്മാർ പറഞ്ഞൊന്നും എല്ലാം വിശ്വസിച്ച് പോകരുത് കേട്ടോ. എന്തെല്ലാം നമ്മളെ വിഡിത്തം പഠിപ്പിച്ചിട്ടുണ്ട് മാഷന്മാർ. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? എന്ത് പൊട്ടത്തരാ! സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല എന്ന് നമുക്കറിഞ്ഞൂടെ? പൊട്ടത്തരല്ലേ? പൊട്ടത്തരാണ്. മാഷന്മാർ പറഞ്ഞ ടിൻറ്റുമോൻ്റെ കഥ കേട്ടിട്ടില്ലേ? ടിൻറ്റുമോനോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞിട്ട് അവനെ ക്ലാസ് ഒന്ന് പുറത്താക്കി. അപ്പോൾ ടിൻറ്റുമോനോട് അച്ഛൻ ചോദിച്ചു, എന്താടാ നീ ഉത്തരം പറയാഞ്ഞ്? അപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞു, വെറുതെ ചോദിച്ചാ, മാഷക്ക് അതിൻ്റെ ഉത്തരം അറിയാം, പിന്നെ എന്നോട് ചോദിക്കണോ? മാഷക്ക് അറിയുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്താ? ഇതാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന പണി നിങ്ങൾ ഇനി ഏറ്റെടുക്കണം മക്കളെ. എന്തുകൊണ്ട്, എങ്ങനെ ചോദിക്കണം. എന്തെല്ലാം നമുക്കറിയാത്തതുണ്ട് ഈ ലോകത്ത്. ഒരു സിമ്പിളായിട്ട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ. നമ്മളെ കണക്കെല്ലാം മലയാളത്തിൽ 10ൻ്റെ പേരിക്കല്ലേ? 10ാമത്തെ അല്ലേ പൂജ്യം ഇടുന്നത്? 10 അക്കങ്ങളല്ലേ? പിന്നെ അടുത്ത പൂജ്യം ഇടുന്നത് 20 20. അടുത്തത് 3 10 30 40 50 അല്ലേ? ഇനി 10ൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി ഇടാൻ ഗുണിക്കണം 10 അല്ലേ? 10 100 1000 10000 ലക്ഷം ഗുണിക്കണം 10. നമ്മളെ കണക്ക് 10ൻ്റെ പ്രോഗ്രഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കി വെച്ചതിന് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തില്ലേ? എന്നാൽ മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷിലും 10 തന്നെ. 1 10 100 1000. ഹിന്ദിയിലും 10, 1 10 100 1000. സംസ്കൃതത്തിലും 10, 1 ദശം ശതം സഹസ്രം. അറബിയിലും 10, ചൈനയിലും 10, ജപ്പാനിലും 10, അമേരിക്കയിലും 10, ആഫ്രിക്കയിലും 10. ലോകത്തെല്ലാ ഭാഷകളിലും കണക്കെല്ലാം 10ൻ്റെ. 9ൻ്റെയോ 11ൻ്റെയോ കണക്ക് ഒരു ഭാഷയിലും ഇല്ല. എന്താ ഈ 10 എന്ന നമ്പറിന് ഇത്രയും പ്രാധാന്യം വന്നത്? ആർക്കും അറിയാം ഉത്തരം? 10 എന്ന നമ്പറിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം എന്താ? ചിന്തിച്ചു നോക്കിയാട്ടെ. എന്താ 10ന് ഇത്ര പ്രത്യേകത? സിമ്പിളാടെ ഉത്തരം. ലോകത്ത് ഏത് നാട്ടുകാരും എണ്ണം പഠിച്ചത് ആദ്യം സ്വന്തം വിരളുമേൽ എണ്ണീറ്റാ. എല്ലാവർക്കും 10 വിരലാ. മനസ്സിലായോ? എല്ലാവർക്കും 10 വിരലാ. അത് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും എല്ലാം 10 വിരലാ. എല്ലാത്തിനും 2 കണ്ണാ. പല ദൈവങ്ങൾ പല മൂലക്കുന്ന് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. യഹോവ യഹൂദന്മാരുണ്ടാക്കി, അതേ കോലത്തിൽ തന്നെ ബ്രഹ്മാവ് ഹിന്ദുക്കളെ ഉണ്ടാക്കിയത്. ഇതെങ്ങനെ? യഹോവ ആ ഉണ്ടാക്കിയതിൻ്റെ സോഫ്റ്റ്വെയർ വാട്സപ്പിൽ ബ്രഹ്മാവിന് അയച്ചു കൊടുത്തിട്ട് ബ്രഹ്മാവ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഹിന്ദുക്കളെ ഉണ്ടാക്കിയതാ. എന്നിട്ട് അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് കർത്താവ് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി. അത് എന്നിട്ട് മെസ്സഞ്ചറിൽ അള്ളാഹുവിന് അയച്ചു കൊടുത്തു. അള്ളാഹു അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുസ്ലിങ്ങൾ ഉണ്ടാക്കി എന്ന് ആരെങ്കിലും പറയോ? അപ്പോൾ അതിൽ നിന്ന് 10ൻ്റെ കണക്കിൽ നിന്ന് നമ്മൾ എവിടെ എത്തി? ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒറ്റ വംശമാണ്. ഉള്ളൂരസ് പരമേശ്വരയ്യരുടെ വരികളിലെത്തി. ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ഇതിൽ നല്ല ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് ശ്രീനാരായണൂർ പറഞ്ഞതിൻ്റെ ഉത്തരം കണക്കിലൂടെ കണ്ടെത്തിയോ? ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒറ്റ വംശ. പല ദൈവങ്ങൾ പല സ്ഥലത്ത് ഉണ്ടാക്കിയതാ ആണോ? എൻ്റെ നാട്ടിലൊരു കുട്ടി ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനെ സൃഷ്ടിച്ചു എന്ന് മാഷ് ക്ലാസ് പറഞ്ഞു. കയ്യിൽ നിന്ന് ക്ഷത്രിയനെ സൃഷ്ടിച്ചു, തൊടയെന്ന് വൈശ്യനെ സൃഷ്ടിച്ചു, കാലിൻ്റെ അടിയിൽ നിന്ന് ശൂദ്രനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചു, അല്ല മാഷേ, എന്താ ബ്രഹ്മാവിൻ്റെ ഭാര്യയല്ലേ സരസ്വതി? അതെ. പിന്നെ ഓക്കുന്നതിനും പണിയെന്നാണ് ചോദിച്ചത്. മാഷാകെ ഓനെ പുറത്താക്കി പ്രശ്നമായി. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം കേട്ടോ. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ചോദ്യമാണ്. ആ കുട്ടീനെ ക്ലാസ് ഒന്ന് പുറത്താക്കി, ഞാൻ ഇടപെട്ടു, പ്രശ്നമാക്കി. കുട്ടികൾ ചോദ്യം ചോദിക്കില്ലേ? ആ കുട്ടി മാഷ് പിന്നെയും പാപം ചെയ്തവർ നരകത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു കൊടുക്കുക. നരകത്ത് പോയാൽ എണ്ണയിലിട്ട് വറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, പാമോയിലാണോ വെളിച്ചെണ്ണയിലാണോ വറക്കുക എന്ന്. അപ്പോൾ മാഷ് പറഞ്ഞു, പാമോയിൽ അന്നില്ല, വെളിച്ചെണ്ണയിലായിരിക്കും. ഇവൻ വിട്ടില്ല. അപ്പോൾ ഇത്രയും അധികം വറക്കണമെങ്കിൽ ആടെ ഇത്രയും വെളിച്ചെണ്ണ വേണ്ടേ? കൊപ്രമില്ലുണ്ടാവും അല്ലേ മാഷേ നരകത്തിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു.
കൊപ്രമില്ല് അല്ലേ? ഇവൻ വേറെ ദിവസം ചോദിച്ചു, മാഷേ ദൈവങ്ങളെല്ലാം ക്ലീൻ ഷെയ്വിലാണ് കാണുന്നത്, ഇതാരാന്ന് ഷെയ്വ് ചെയ്ത് കൊടുക്കുന്നത്? ദൈവങ്ങളെല്ലാം നല്ല താടി പഠിച്ചിട്ട് നല്ല ഷെയ്വിലല്ലേ, ഇതാരാണ് ഷെയ്വ് ചെയ്യുന്ന ആളുടേനോ? ഇവനെ അവസാനം ഭയങ്കര പ്രശ്നമായി. ഇവനിങ്ങനെ സംശയങ്ങൾ ചോദിക്കും. അവൻ ഇപ്പോഴത്തെ A+, ഈ SLC +2 പരീക്ഷയിൽ ഫുൾ A+. അവനാണ് ഞാൻ രാവിലെ ഇന്നലെ വരുമ്പോൾ എനിക്ക് പുസ്തകം എടുത്തു തന്ന എൻ്റെ മോൻ. മനസ്സിലായോ? ചോദ്യം ചോദിക്കാനാ. ഞാൻ സാധാരണ പഠിക്കടാ എന്നൊന്നും പറയാറില്ല. ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ. അവൻ്റെ പേര് സ്വതന്ത്രമാണ്. അവൻ്റെ പേര് ആസാദ് എന്നാണ്. എൻ്റെ മോൻ്റെ പേര് ആസാദ് എന്നാണ്. സ്വതന്ത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളെ, നിങ്ങൾ സ്വതന്ത്രരാവണം. എങ്ങനെ? അച്ഛനും അമ്മയിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമല്ല, അറിവിൽ നിന്ന് സ്വതന്ത്രരാവണം. അറിവെന്ന് പറയുന്നത് വിദ്യ നേടി പ്രബുദ്ധരാവുകയും സ്വതന്ത്രരാവുകയും ചെയ്യണം. അറിവ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ലുമിനാട്ടികളാവാനല്ല. നമ്മളെ പഴയ ആളുകൾ, നമ്മളെ രക്ഷിതാക്കൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല. ഞാനിപ്പോൾ കുറേ സദസ്സിലായി ചോദിക്കുന്നു, എന്താ ഇല്ലുമിനാട്ടി അറിയാമോ? ഒരാൾക്കും അറിയില്ല. നമ്മളെ പിള്ളേർ പാടുന്ന പാട്ടാ ഇല്ലുമിനാട്ടി. കേട്ടില്ലേ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞ പാട്ടില്ലേ? അതാണ് ഇല്ലുമിനാട്ടി. എന്താ ഇല്ലുമിനാട്ടി എന്ന് നമ്മുടെ ഒരൊറ്റ മാഷന്മാർക്കും അറിയില്ല, ഒരൊറ്റ രക്ഷിതാക്കൾക്കും അറിയില്ല. കുട്ടികൾ പക്ഷേ അവർ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചത് ഈ അറിവിലൂടെ സ്വാതന്ത്ര്യമാണെന്ന് ധരിക്കാതെ കുട്ടികളെ പാട്ട്, ആ ഇല്ലുമിനാട്ടീൻ്റെ പാട്ടുള്ള ആവേശ സിനിമയിൽ വേറൊരു പാട്ടുണ്ട്, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്. അതാ സ്വാതന്ത്ര്യം എന്നാണ് വിചാരിച്ചത്. ഉന്നം മറന്നൊരു പോക്ക്, ലക്ഷ്യമൊന്നും വേണ്ട. ആലയെന്ന് പശുവിനെ തുറന്നിളക്കിയാൽ ഇന്ന് മുഹമ്മദ് ഹാജിയുടെ പറമ്പ് പോയിട്ട് പുല്ലുമേയണമെന്ന് വിചാരിച്ചിട്ട് ഒരു പശുവും പോകാറില്ല. അങ്ങ് നടക്കും, ബാക്കിയുള്ള പശുക്കൾ പുറകെ നടക്കും. അതുപോലെ നമുക്കും അങ്ങനെ ലക്ഷ്യമൊന്നും വേണ്ട, എത്തിയെടുത്ത് പുക പോകും പോലെ അങ്ങ് പോവുക. ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എന്നധികാരം, വഴിതെറ്റാനുമുണ്ടവകാശം. വൈക്കം സത്യാഗ്രഹമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏട്. എന്തിനായിരുന്നു? വഴി നടക്കാൻ അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത ഈ നാട്ടിൽ ഇപ്പൊ കുട്ടികൾ പാട്ടുപാടി തുള്ളുക, വഴി തെറ്റാനുമുണ്ട് അവകാശം, ഇതെൻ പാത എൻ അധികാരം, കാട്ടു തോന്യാസം, തനി നിറമണ് തണിയണ നെഞ്ചേ, കാട്ടു തോന്യാസം കാണിക്കുമെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കേട്ടിട്ടില്ലേ ആവേശത്തിൽ? ആ പാട്ട് എഴുതിയാളെ കുറ്റപ്പെടുത്തണ്ട, പുതിയ തലമുറയുടെ ട്രെൻഡാണ്. ആ ട്രെൻഡിലേക്ക് നിങ്ങൾ വീണു പോകരുത്. നിങ്ങൾ സ്വതന്ത്രരാവുന്നത് അറിവിലൂടെ ആയിരിക്കണം, പുതിയ പുതിയ ചിന്തകളിലൂടെ ആയിരിക്കണം. നിങ്ങൾ പുതിയത് കണ്ടെത്തൂ, പുതിയത് അന്വേഷിക്കൂ, ആഴത്തിലിറങ്ങൂ. പരന്ന വായന മാത്രം പോരാ, ആഴത്തിലുള്ള ചിന്ത വേണം. അപ്പോഴാണ് പ്ലസ്. പരന്ന വായന ഇങ്ങനെയാണ്, ഇങ്ങനെ വരച്ചാൽ പ്ലസ് അല്ല, മൈനസാ. പ്ലസ് ആവണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത വേണം. പക്ഷെ ചിന്തക്കാണോ, ചിന്താന്ന് എഴുതിയതിൻ്റെ വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ടതിനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങൾ നോക്കൂ, കേരളത്തിലെ യുവത്വം ഏറ്റവും കൂടുതൽ യുവത്വത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മാളുകളും കച്ചവട സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുവാൻ പ്രഗത്ഭരെ വിളിക്കും. പണ്ട് മന്ത്രിമാരെ വിളിക്കും, MLA വിളിക്കും, പിന്നീട് പാണക്കാട്ടെ തങ്ങളെ വിളിക്കും, പിന്നീടോ മമ്മൂട്ടീനെ വിളിക്കും, മോഹൻലാലിനെ വിളിക്കും. എന്നാൽ ഇപ്പം എല്ലാവരും വിളിക്കുന്നത് ഒരു പെണ്ണിനെയാണ്. ആ പെണ്ണിനെ വിളിക്കാൻ കാരണം അവളുടെ മുഖം കൊണ്ടല്ല, ചിന്തേൻ്റെ വള്ളി മാറ്റിയതാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ചെറുപ്പക്കാരെല്ലാം ഇപ്പം റീലെടുത്തിട്ട് ഹണി റോസിൻ്റെ വള്ളി മാറ്റിയ ചിന്തയും നോക്കി നടക്കുക അല്ലേ? എന്തുകൊണ്ട്? നമ്മൾ വെറും സങ്കുചിതരായി പോകുന്നു. നമ്മൾ ഈ ശരീര കേന്ദ്രീകൃതമാകുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഇനി ഒരു മനഃശാസ്ത്രപരമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. മനഃശാസ്ത്രം അറിയണം നിങ്ങൾക്ക്. എന്താ മനഃശാസ്ത്രം? യുവജനതയുടെ മനഃശാസ്ത്രം അധ്യാപകരും അറിയണം, കുട്ടികളും അറിയണം, രക്ഷിതാക്കളും അറിയണം. എന്താ മനഃശാസ്ത്രം? ഗുരു ഏത്, ലഘു ഏത് എന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. പക്ഷിമൃഗാദികളിൽ ഗുരുവും ഗുരു ലഘു അറിയാവോ? ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നർത്ഥം കേട്ടോ. മാഷന്മാരെ ഗുരു എന്ന് വിളിക്കുന്നത് അറിവിൻ്റെ കാര്യത്തിൽ അവർ വലുതായതുകൊണ്ടാണ്. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് കണ്ടിട്ടില്ലേ? മാഷക്ക് പരിക്ക് പറ്റിയെന്നല്ലല്ലോ, വലിയ പരിക്ക് പറ്റിയെന്നാണ് ഗുരു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വൃത്തമുണ്ട്, ആദിമധ്യാന്ത വർണ്ണങ്ങൾ, ലഘുക്കൾ യരതങ്ങളിൽ, ഗുരുക്കൾ ഭജസങ്ങൾക്ക്, മനങ്ങൾ ഗലമാത്രമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ വലിയത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. ഭൂമി ഗുരുവാണ്, വലിയതാണ്. ആപ്പിള് ചെറിയതാണ്.
ഈ വലുതെല്ലാം ചെറുതിനെ പിടിച്ചു വലിക്കും. നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ, കൊട്ടാരക്കര ടൗണിലൂടെ പോകുമ്പോൾ, നിങ്ങൾ റോഡിലേക്ക് ഓടുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ പിടിച്ചു വലിക്കൂലേ? ഗുരു ലഘുവിനെ പിടിച്ചു വലിക്കൂലേ? അതാണ് ഗുരുത്വം. അടങ്ങി നിന്നാ ഗുരുത്വം, എന്നാ പിടിച്ചു വലിക്കുന്ന കൂട്ടാക്കാതെ ഓടിയാ ഗുരുത്വക്കേട്. അതാ കുരുത്തക്കേട്. ഭൂമി വലുത്, ആപ്പിൾ ചെറുത്. അപ്പൊ വലുതായ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ ഭൂമിക്കും ഗുരുത്വം ഉണ്ടല്ലോ. അതാ ഭൂഗുരുത്വ ബലം. അതാ ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയത്. മനസ്സിലായോ? ഗുരു എന്താന്ന്? ഗുരു ലഘു. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, ലഘുവാണ് അവരുടെ മനസ്സ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടിയാണ് മൃഗങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പശു വന്നു. ഈ പശുവിന് മൂത്രമൊഴിക്കാൻ മുട്ടി, അല്ല ചാണകം തോന്നി. ശരീരത്തിന് ഇൻസ്റ്റിങ്ക്റ്റ് വരിക, ചോദന വരിക. അപ്പൊ മനസ്സ് പറയുക, അയ്യോ ആളെ മുമ്പിൽ പറ്റില്ലപ്പാ, ആലേലത്തട്ടെ കക്കൂസ് പോട്ടെ എന്ന് പറയോ? ഇല്ല, അവിടെ ബാലും പൊതിച്ച് മൂത്രയിക്കും, അവിടെ ചാണകൂടും. പട്ടികൾ റോഡിൽ വെച്ച് ഇണചേരും. കാരണം അതിൻ്റെ വലുതേതാ? ശരീരമാണ്. മനസ്സുണ്ട്, അത് ശരീരത്തിന് വേണ്ടി ലഘുവാ. മൃഗങ്ങൾക്ക് മനസ്സെല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ നാട്ടിലെ പട്ടിക്കെല്ലാം കണക്കറിയാം. കാരണം വീതി കുറഞ്ഞ റോഡിലേക്ക് കൂടി നമ്മളൊരു 2 വീലറിൽ പോവുക. അപ്പോൾ റോഡിൻ്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കുക. 2 വീലറിൻ്റെ ഒച്ച കേട്ടാൽ പട്ടിയൊന്ന് തല പൊന്തിച്ചു നോക്കും. 2 വീലറാന്ന് കണ്ടാൽ മൈൻഡ് ചെയ്യില്ല. കാരണം 2 വീലറിന് പോട്ടെ സലാഡിയുണ്ട്. തൊട്ട് പറകിൽ ഒരു കാറോ ലോറിയോ വന്നാലോ അത് എണീറ്റ് മാറിത്തരും. അപ്പോൾ എന്തുകൊണ്ടാണ് മാറുന്നത്? 2 വീലറിൻ്റെ വീതി എത്രയാണെന്നും ലോറീൻ്റെ വീതി എത്രയാണെന്നുള്ള കണക്ക് പട്ടിക്ക് അറിയുന്നോണ്ടല്ലേ. അപ്പോൾ കണക്കറിയില്ലേ? എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില പട്ടിയൊക്കെ ഈ കണക്കറിയില്ല, റോഡ് മേൽ വെച്ച് പോകുന്ന കണ്ടില്ലേ? റോഡ് മേൽ വെച്ച് പോകൂ. ഞാൻ പറഞ്ഞു വന്നത്, മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, ലഘുവാണ് മനസ്സ്. നാം മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സ് ഗുരുവാകുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. ശരീരം ലഘുവാ. നമുക്കിവിടെ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ഇവിടെ എന്ന് നോക്കുക, നമ്മൾ മനസ്സ് പറയും ശരീരത്തോട്, അനങ്ങാണ്ട് കിടന്നോ പെരുങ്കോട്ടല്ലേ, നിൽക്കാടാ, ഇത് കഴിയട്ടെ, എന്നിട്ട് ടോയ്ലറ്റ് പോവാ, പിടിച്ചു വെക്കും. കാമവികാരം ഉണരുമ്പോൾ അപ്പാട് പോയി കല്യാണം കഴിക്കുവാ, നിൽക്കട്ടെ 18 വയസ്സാവട്ടെ, കാത്തു നിൽക്കും. ഇല്ലേ? കാത്തു നിൽക്കുന്നില്ലേ? കാരണം ശരീരത്തെ പിടിച്ചു കെട്ടുന്ന മനസ്സ്. ഈ ഗുരു ലഘുവും പക്ഷേ ആമയും മുയലും പന്തയം വെച്ച പോലെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കേട്ട കഥ എന്താ? ആമയും മുയലും പന്തയം വെച്ച കഥയാണ്. പുറപ്പെട്ടു, മത്സരം തുടങ്ങി. മുയൽ കുതിച്ചു പാഞ്ഞു, കുറേ അപ്പുറത്തി നോക്കുമ്പോൾ ആമ വളരെ പുറകിൽ. എന്തിന് ഞാനിങ്ങനെ സ്പീഡിൽ ഓടുന്നു? ആമ എത്താൻ കുറേ സമയമാവും, തൽക്കാലം ഒന്ന് വിശ്രമിച്ചിട്ടെല്ലാം പോവാം. മുയൽ വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോഴേക്ക് ആമ അവിടെ എത്തിയിട്ട് സമ്മാനം വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് മാഷന്മാർ കുട്ടികളോട് പറയും, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. ഈ കഥ പഴയ കഥ. നമുക്കതിനെ ഒന്ന് മാറ്റിപ്പിടിക്കാം. ഈ ആമയും മുയലും എന്താണെന്നറിയാവോ? ആമ നമ്മുടെ ശരീരവും മുയൽ നമ്മുടെ മനസ്സുമാണ്. നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലല്ലേ വളരൂ. നമ്മൾ പ്രതീക്ഷിച്ച് വേഗത്തിൽ വളരൂല്ലല്ലോ. ഒരു പശു പ്രസവിച്ച് നോക്ക്, അതിൻ്റെ കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടൂ. നിങ്ങളെ ആരെങ്കിലും പെറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ? ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ 6 മാസമായിട്ടില്ലേ? അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവൂലേ? 3ാമത്തെ വയസ്സിൽ പശു പെറ്റിട്ടൊരമ്മയല്ലേ? നമ്മളെ കുട്ടിയോ? ഇവിടെ SLCക്ക് A+ വാങ്ങിയിട്ട് സമ്മാനം വാങ്ങാൻ വന്ന കുട്ടികളുണ്ടല്ലോ, 15 വയസ്സായ കുട്ടികൾ. ഇവർ പശുവായിട്ടാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10ഉം 12ഉം പെറ്റിട്ടുണ്ടാവില്ലേ? നമ്മളെ കുട്ടികൾ കൊച്ചുമക്കളല്ലേ? നമ്മുടെ ശരീരം മെല്ലെ വളരൂ, പക്ഷെ മനസ്സ് മുയലിനെ പോലെ കുതിച്ചു പായും. എന്തെല്ലാ ചിന്തിക്കുന്നു, എന്തെല്ലാ പറയുന്നു, എന്തൊരു ബുദ്ധിയാ കുട്ടികൾക്ക്. പക്ഷെ പിന്നെ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേറൊരാൾ കയറിക്കൂടും. അന്നേരം നമ്മുടെ മനസ്സാകുന്ന മുയൽ കിടന്നുറങ്ങുകയും ശരീരമാകുന്ന ആമ മനസ്സിനെ ഓവർടേക്ക് ചെയ്യുകയും ചെയ്യും. എപ്പോഴത്? നമ്മുടെ ഉള്ളിലൊരാൾ കയറിക്കൂടുന്നൊരു കാലമുണ്ട്. വയലാർ രാമവർമ്മ അതിനെപ്പറ്റി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കണക്കെന്താന്ന്? ആ കണക്ക് ഞാൻ പാടാം, നിങ്ങൾക്ക് മനസ്സിലാവും ആ കണക്ക്. യേശുദാസ് പാടിയ പാട്ടാ. 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കീരുകീരെ തുറന്നു നോക്കി. എന്താ 200ൻ്റെ കണക്ക് അറിയാവോ? 200ൻ്റെ കണക്കറിയാവോ? 200 പൗർണമി ചന്ദ്രികകൾ എന്താ കണക്കറിയാവോ? ആർക്കും അറിയാവോ? ആർക്കും അറിയില്ല. ആ പാട്ട് കേട്ടവരെ മനസ്സിലാക്കിയില്ലല്ലേ? 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ 84 വയസ്സാവും. 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ 17 വയസ്സാവും. മധുര 17കാരി.
17 വയസ്സിലാ പണ്ട് കൗമാരം തുടങ്ങിയത്. ഇപ്പം 17 കാക്കുന്നില്ല. കാരണം അന്നത്തെ ഭക്ഷണവും ഇന്നത്തെ ഭക്ഷണവും വ്യത്യാസമുണ്ട്. അന്ന് മര്യാദയ്ക്ക് വെളിച്ചെണ്ണയോ തേങ്ങയോ ഉള്ളൊരു ഭക്ഷണം കിട്ടുമോ? ഉച്ചക്കെന്താ മോനെ കറി? ചക്കക്കുരും വെള്ളരിക്കി ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ എന്ന് പറയുന്ന കാല. ഇപ്പോഴോ എത്രയാ തേങ്ങ, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ ഇറച്ചി, എത്രയാ മീൻ തിന്നുന്നതല്ലേ? നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ചാൽ നമുക്കൊരു പേരല്ലേ ഉള്ളൂ. എന്താ അത്? ശവം അല്ലെങ്കിൽ മയ്യത്ത്. എന്നാൽ കോഴിക്ക് മരിക്കുന്നവരെ ഒരു പേരേ ഉള്ളൂ. പക്ഷെ മരിച്ചാലെന്തൊരു ഭാഗ്യം, 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച് ഇത് മുഴുവൻ പിള്ളേർ തിന്നല്ലേ. തിന്ന് 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 ഹോർമോൺ അങ്ങ് ഉണരുക. 12 വയസ്സിൽ പെൺകുട്ടി ഋതുമതിയാവുന്നു. ആൺകുട്ടി UP സ്കൂൾ പഠിക്കുന്ന ചെക്കൻ പ്രപ്പോസ് ചെയ്യുന്നു. കാരണം അവൻ്റെ ഉള്ളിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനഃശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യന്റെ സകലമാന ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് അവന്റെ ലൈംഗിക ഹോർമോണുകളാണ്. ഇത് കയറി പിടിക്കുക നമ്മളെ. ഇത് കയറി പിടിച്ചാൽ ചില കുട്ടികൾക്ക് നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ, ഞാൻ എന്തല്ല കളിക്കുന്നു, നിനക്കെന്നെ തിരിയുന്നില്ല എന്ന്. ഇതിൻ്റെ കാരണം നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ശരീരമായിട്ട് ഈ ഹോർമോണുകൾ ഉണ്ടാവുകയാണ്. ആ സമയത്ത് മനസ്സുറങ്ങിയാൽ തീർന്നു. ആ സമയത്ത് ഏടുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. അടുത്ത സോള് പോയി. പോകുമ്പോ പോറ്റി വലുതാക്കി അച്ഛനെ കരയിച്ചിട്ട് അമ്മയെ കരയിച്ചിട്ട് പോലെ മോളെ എന്ന് പറയേണ്ട മനസ്സാകുന്ന മുയൽ ഉറങ്ങിപ്പോയി. അച്ഛൻ്റെ അമ്മേൻ്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? മറ്റെല്ലാവരും നമ്മളെ സ്നേഹിച്ചത് നമ്മളെ കണ്ടതിന് ശേഷം മാത്രമാണ്. എന്നാൽ നമ്മളെ കാണുന്നതിന് മുമ്പ്, ജനിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ച രണ്ടേ രണ്ടാളാണ് അച്ഛനും അമ്മയും, അല്ലേ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അവർ. അവരെ കരയിച്ചിട്ട് പോകല്ല മോളെ എന്ന് പറയോ? ഇല്ല, അതെല്ലാം മറക്കും. കാരണം ഈ നമ്മളെ മനസ്സ് മുയലുറങ്ങി. ആമ പോയി, കണ്ടോനൊന്നിച്ച് പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് ട്രോഫി വാങ്ങി വരും ആമ. ഒരു കുട്ടീനെല്ലാം എടുത്തിട്ട് വരൂല്ലേ, എൻ്റെ അമ്മയെ ഓൻ കഞ്ചാവാന്ന് ഇപ്പാ മനസ്സിലായി എന്ന് പറഞ്ഞ് വരും. കാരണം മനസ്സുറങ്ങി. അതുകൊണ്ട് മക്കളെ, എനിക്ക് നിങ്ങളോട് ഈ ഭക്ഷണം കുറക്കാൻ പറയാൻ പറ്റുമോ? ഇറച്ചി തിന്നണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്കുള്ള ഒറ്റൊരു മാർഗം എന്താ? നിങ്ങളുടെ മനസ്സുറങ്ങാൻ അനുവദിക്കരുത്. സംസ്കാരത്തിൻ്റെ മനസ്സ് നിങ്ങൾ പ്ലസ് ആക്കുക, മുന്നോട്ട് കുതിക്കുക. പ്രണയങ്ങൾ തെറ്റല്ല, പക്ഷെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള 90% പ്രണയങ്ങളും എന്താ? കാമമാണ്, പച്ചക്കാമമാണ്. ഞാൻ വെല്ലുവിളിക്കുക, ആത്മാർത്ഥമായ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്ന് പാട്ടുപാടുന്ന കുട്ടികളില്ല. ആ ശരീരത്തെ തൊട്ട് ഇടങ്ങാറാക്കൂല ഞാൻ. തരളക പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ നോക്കി നിൽക്കുന്ന കാമുകനില്ല. നിന്നു ഞാനുമൊരന്യനെപ്പോൽ, വെറുമന്യനെപ്പോൽ നിൽക്കുന്ന കാമുകനില്ല. ഇപ്പൊ കാമുകനും കാമുകിയും കണ്ടാൽ പാടുന്ന എന്താ? കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ കണ്ണാളാ, കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ. പണ്ട് കാമുകനോടൊരു പെണ്ണ് ചോദിച്ചു, എല്ലാ ചങ്ങായി, നീ ആടിനെ മേയ്ക്കാൻ പോന്നല്ലേ, ഞാനും വരട്ടെ കാനന ചായയിലാടുമേയ്ക്കാൻ, ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അപ്പം അവൻ കിട്ടിയ ചാൻസ് നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് പോരെന്ന് പറഞ്ഞോ? ഇല്ല, പാടില്ല പാടില്ല, നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. പ്രേമം നിഷേധിച്ചിട്ടില്ല. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടോ മലാളേ എന്ന് പറഞ്ഞിരുന്ന കാമുകനായിരുന്നു. ഇന്നോ അതേ ചോദ്യം പുതിയ കാമുകി ചോദിക്കുകയാണ്, ഞാനും വരട്ടെ ആടുമേയ്ക്കാൻ കാടിനുള്ളിൽ. മറുപടി എന്താ? ഒരു പുന്നാരേ അല്ലേ? കാരണം ഈ മനസ്സുറങ്ങി ശരീരത്തിൻ്റെ ഹോർമോണാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ല കുട്ടികളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ മനസ്സുറങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾ ഒരു ക്ലാസ് കേൾക്കാൻ താല്പര്യമില്ല, ഒരു പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല, ആടെ പോയിട്ട് ഇത് മാന്താനേ താല്പര്യമുള്ളൂ. അതിൻ്റെ കാര്യം നിങ്ങൾ മൃഗത്തിൻ്റെ ഗുരു ശരീരമായി മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി വീഴുന്നു എന്ന തിരിച്ചറിവുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് കുതിക്കുക, പ്ലസ് ആക്കുക. ശരീരമല്ല പ്ലസ് ആക്കേണ്ടത്, മനസ്സിനെ മുന്നോട്ട് കുതിക്കുക, പുതിയ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റാത്തൊരു ദൗത്യവുമായിട്ടാണ്. അതുകൊണ്ടാണ് മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത, സ്വഭാവവും രൂപവും നിങ്ങൾക്ക് തന്നിട്ടില്ലേ? നമ്മളെപ്പോലെ ഒരാളും ഇല്ല.
മനുഷ്യൻ്റെ ഒരു പ്രത്യേകത പ്രതിജന ഭിന്ന വിചിത്ര മാർഗികളാണ്. ഓരോ ആളും വ്യത്യസ്തരാ. എല്ലാവരും ഒരുപോലെ. പെൺകുട്ടികളെല്ലാം നല്ല ഐശ്വര്യ റോയിൻ്റെ അതേ കോലത്തിൽ, ആൺകുട്ടികളെല്ലാം ദുൽഖർ സൽമാൻ്റെ അതേ കോലത്തിൽ. ഒരു രസം ഉണ്ടാവുമോ ലോകത്തിന്? ആരെങ്കിലും സെൽഫി എടുക്കുമോ? കാരണം ഇങ്ങോട്ട് എടുത്താലും അങ്ങോട്ട് എടുത്താലും ഒരുപോലെ ഉണ്ടാവും. പിന്നെ എന്തിനാ സെൽഫി എടുക്കുന്നത്? നമ്മൾ സെൽഫി എടുക്കുന്നത് ഓൻ്റെ രൂപവും നിൻ്റെ രൂപവും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ടല്ലേ സൗന്ദര്യബോധം. കണ്ണ് വ്യത്യാസം, കാത് വ്യത്യാസം, മൂക്ക് വ്യത്യാസം. അതുകൊണ്ടല്ലേ പേര് തന്നെ പണ്ട് എൻ്റെ നാട്ടിലെല്ലാം പേര് കണ്ണിൻ്റെ പേര് പര്യായ. മീനാക്ഷി, അമ്പുജാക്ഷി, കമലാക്ഷി. അക്ഷി കണ്ണ്. താമരപ്പൂവിൻ്റെ ഇതള് പോലെ കണ്ണുള്ളവൾ, മീനിനെ പോലെ പിടക്കുന്ന കണ്ണുള്ളവൾ. എൻ്റെ നാട്ടിൽ 7 വിശാലാക്ഷി ഉണ്ട്, വലിയ കണ്ണുള്ളവൾ. സുന്ദരിമാർക്ക് വലിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് വിശാലാക്ഷി എന്ന് വിളിക്കും. എന്നാൽ ആണുങ്ങൾക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് ആണുങ്ങളെ വിളിക്കും കുഞ്ഞിക്കണ്ണെന്ന്. മനസ്സിലായോ? കുഞ്ഞിക്കണ്ണൻ. മഞ്ജു വാര്യരുടെ കണ്ണിന് ലേശം വലുപ്പം കുറവാ, അതുകൊണ്ട് അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവൻ്റെ അടുത്തേക്ക് ആ വിദ്വാൻ ഓടിയെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തരാ, വൈവിധ്യങ്ങളാണ് നമ്മുടെ മഹത്വം. ആ വൈവിധ്യങ്ങളോട് രൂപം മാത്രമല്ല ഭാവവും ഉണ്ടാവണം. മറ്റൊരാൾക്കും പറയാൻ പറ്റാത്ത കവിതകൾ നിങ്ങൾ ചൊല്ലൂ, ആർക്കും പറയാൻ പറ്റാത്ത കഥകൾ നിങ്ങൾ പറയൂ. നിങ്ങൾ പുതിയ കഥകൾ വായിക്കൂ, പുതിയ പുതിയ ശാസ്ത്രബോധമുണ്ടാവൂ. ശാസ്ത്രം പഠിച്ചാൽ പോരാ, ശാസ്ത്രബോധം ഉണ്ടാവണം കേട്ടോ. ഇപ്പൊ കുട്ടികൾക്കല്ല ശാസ്ത്രം അറിയാം, പക്ഷെ ഈ നേട്ടങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ശാസ്ത്രമാണ് എന്ന് പറയുകയും. കഴിഞ്ഞ മെയ് 8-ാം തീയതി എൻ്റെ നാട്ടിൽ ഒരമ്പലമുണ്ട്, ഭയങ്കര അമ്പല, ശക്തിയുള്ള പോലും, നീലക്കരിങ്കാളി അമ്പലം. ആ നീലക്കരിങ്കാളി അമ്പലത്തിൽ മെയ് 8-ാം തീയതി ഞാൻ വരുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. എന്താ തിരക്ക്? ഞാൻ അടുത്ത വാദ്യക്കാരൻ എൻ്റെ സുഹൃത്താണ്, ഞാൻ ഫോണിൽ വിളിച്ചു ചോദിച്ചു, ഇന്നെന്താടോ അമ്പലത്തിൽ വിശേഷം? ഓ, ഇന്ന് SSLC റിസൾട്ട്, കുട്ടികളെല്ലാം 500, 200, 100 ഇട്ടിട്ട് പ്രാർത്ഥനയാണ്, ഫുൾ A+ വേണേന്ന്. ഞാനത് കേട്ടിട്ട് ഒറ്റ ചിരി. അപ്പോൾ എൻ്റെ മോനുണ്ട് കാറിൽ, ഓൻ ചോദിച്ചു, അച്ഛൻ എന്തിനാ ചിരിച്ചേ? ഞാൻ പറഞ്ഞു, നീലക്കരിങ്കാലിൻ്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ച. എന്താ? ഇവൻ്റെ പേപ്പർ മുഴുവൻ 2 ആഴ്ച മുമ്പ് വാല്യുവേഷൻ കംപ്ലീറ്റ് ആക്കി, അത് പേപ്പറിലേക്ക് മാറ്റി ടാബുലേഷൻ വർക്ക് കംപ്ലീറ്റ് ആക്കി, അത് മുഴുവൻ നെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് 3 നാൾ ചെക്ക് ചെയ്ത് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റർ ബട്ടൺ അമർത്തുകയോ വേണ്ടു, നെറ്റിൽ അപ്ലോഡ് ആവും റിസൾട്ട്. ഏടുന്ന് കിട്ടും ആ റിസൾട്ട്? അതെല്ലാം റെഡിയായി വെച്ചിട്ട് ഇവൻ അന്നേരാണ് 500 കൊണ്ട് ഇട്ടിട്ട് എനിക്ക് A+ വേണമെന്ന് പ്രാർത്ഥിച്ചത്. അപ്പം നീലക്കരിങ്കാലി റിസൾട്ട് പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഇടപെട്ടിട്ട് കാര്യമുണ്ടോ? അപ്പം 3 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വന്ദേ ഭാരത് പോകേണ്ടി വരും കണ്ണൂരിൽ നിന്ന്. അവിടെ പോയിട്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറണമെങ്കിൽ അതിൻ്റെ പാസ്വേഡ് അറിയണ്ടേ? പാസ്വേഡ് കിട്ടാണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതി തെറ്റിപ്പോയതെല്ലാം തിരുത്തി മാറ്റി എഴുതിയിട്ട് മാർക്ക് തട്ടിപ്പ് നടത്തുന്ന ആളാണ് ദൈവമെന്ന് നമ്മളെ ആരാ പഠിപ്പിച്ചേ? ദൈവമേ, എന്നെ പഠിച്ചെല്ലാം തോന്നിക്കണമെന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഈ തപസ്സും പ്രാർത്ഥനയും വരം ചോദിക്കലുമാണ് നമ്മുടെ രാജ്യത്തെ തകർത്തത്. നിങ്ങളറിയണം, ദൈവം എപ്പം വരും, തരും. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ദ വരന്ദ വൃന്ദാവനന്ദ വനന്ദ. കാലിൻ്റെ മടമ്പുണ്ടല്ലോ, ഈ കാലിൻ്റെ കുറവുമല്ല ഇവിടെ വെക്കുക. മടമ്പ്, കാലിൻ്റെ മടമ്പ് ഇവിടെ വെക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നിന്നാൽ ദൈവം ഇങ്ങ് വരൂ. എന്നിട്ട് ഇതാ പിടിച്ചോ, വരം വരം. ഇത് തരുമെന്ന് വിചാരിച്ചിട്ട് കുറേ പൊട്ടന്മാർ നടക്കുക ഇന്ത്യ രാജ്യത്ത്. ഇതാ നമ്മുടെ രാജ്യം തകർന്നു പോയത്. ചേട്ടാ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം എത്ര ഭാഗ്യമുള്ളതാണ്, എന്തൊരു ഭാഗ്യമുള്ളതാ. മറ്റൊരു പക്ഷിമൃഗാദികൾക്കും അവനില്ലാതെ ഞാനില്ല എന്നെൻ്റെ കണ്ണൻ്റെ കാതിൽ നീ ചൊല്ലുമോ, പരിഭവം പറയുമോ എന്ന് പാട്ട് കേട്ടിട്ട് രസിക്കാൻ കഴിയോ? നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനതെടുത്തു വച്ചു, എൻ്റെ നെഞ്ചിലെടുത്തു വച്ചു. MG ശ്രീകുമാറിൻ്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും ഹായ് എന്ത് നല്ല പാട്ട് എന്ന് പറയോ? നമുക്കത് കാണാൻ, ഈ ലോകത്തേക്ക് പറന്നു പോകാൻ, പുതിയ പുതിയ സത്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ബുദ്ധി തന്നില്ലേ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവേദ പ്രകൃതി നമുക്ക് കാണിച്ചു തന്നില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട അവയവേദ, ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് അത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ലേതാ? തലയോട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചോറല്ലേ പ്രധാനപ്പെട്ട അവയവം? ഏറ്റവും അപ്രധാനമായ അവയവേദ? എല്ല് കൊണ്ട് പൊതിയാതെ വെറും ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന വയറാണ് ഏറ്റവും അപ്രധാനം. അതിൽ നമുക്ക് മനസ്സിലാക്കൂലേ? എല്ലൊന്നും വെക്കാത്തതുകൊണ്ട് ഇതാണ് അപ്രധാനം, ഇതാ പ്രധാനം. ഈ ചോറിനേക്കാൾ പ്രധാനം ഈ ചോറാ. ഈ ചോറ് വളർന്നപ്പോഴാ ഈ ചോറ് കിട്ടിയേ. എന്നാൽ
ഈ ചോറിന് മാത്രം പ്രാധാന്യം കൊടുക്കല്ല. നമുക്ക് ലഭിച്ച കണ്ണുകൾ എന്തൊരു ഭാഗ്യമാണ്. 7 നിറങ്ങൾ കാണാൻ പറ്റിയില്ലേ? മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മഴവില്ലുണ്ടായിരുന്നില്ലേ ഭൂമിയിൽ? എന്നിട്ട് ഇതുവരെ ഏതെങ്കിലും പശുവോ പട്ടിയോ പൂച്ചയോ മഴവില്ലിൻ്റെ 7 നിറം നോക്കിയിട്ട് മാരിവില്ലു പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളിപ്പെണ്ണെ എന്ന് പാട്ട് പാടാൻ പറ്റിയോ? പൂക്കൾ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് കോടാനുകോടി പൂക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ പൂവിനെ നോക്കിയിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്നെഴുതാൻ ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്നോ? അത് ചിട്ടപ്പെടുത്താൻ ജെറി അമൽദേവ് ഉണ്ടായിരുന്നോ? അത് പാടാൻ യേശുദാസ് ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾക്ക് പറ്റി. എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ കണ്ണ്. അതിൻ്റെ കൃഷ്ണമണി ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുന്നതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളെ ഞാൻ കാണണമെങ്കിൽ ടേബിൾ ഫാൻ തിരിയുമ്പോൾ സെറ്റടക്കം തിരിയണ്ടേ? ആ കണ്ണ് കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ കിട്ടിയത് എന്തൊരു ഭാഗ്യമാണ്. ആ കണ്ണിൽ ഏറ്റവും മൃദുലമായ കണ്ണായതുകൊണ്ടല്ലേ അതിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി നമ്മളെ നിർദ്ദേശം കിട്ടിയിട്ട് കണ്ണ് കൈയുടെ പോയി തടയാനൊന്നും സമയമില്ലല്ലോ. പൊടി വന്ന് വീഴുമ്പോൾ അതിനല്ലേ ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ച ലോകത്തെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടറല്ലേ കൺപോളാ. പൊടി മേലേന്നല്ലേ വീഴുക. മേലേന്ന് പൊടി വീഴുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സൺഷെയ്ഡായിട്ട് പുല്ല് വെച്ച് പിടിപ്പിച്ചതെന്നല്ലേ പുരികോ. അത് പൊരിച്ച് മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല, പൊടി വീഴുമ്പോൾ തടഞ്ഞു നിർത്താനുള്ള. കൊണ്ടുപോയിട്ട് വെള്ളം ചീറ്റിയിട്ട് കളയാനൊന്നും നിൽക്കണ്ട. കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ചീറ്റിയിട്ട് കണ്ണീരൊലിപ്പിച്ച് അത് ഒഴുക്കി കളയാനുള്ള സംവിധാനം എന്ത് നല്ല കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. നിങ്ങൾ നോക്കൂ ഈ ശരീരം. ആ വായക്ക് തൊട്ട് മേലെ മൂക്ക് പിടിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ തിന്നുന്നത് കെട്ടതാണെന്ന് എങ്ങനെ മനസ്സിലാവാനാ? ഈ മൂക്ക് വേറെ എവിടെയെങ്കിലാന്ന് വിചാരിക്കും. ഈ സാധനം നാറുന്നതാണെന്ന് എങ്ങനെ മനസ്സിലാവാനാ? ഭക്ഷണത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മൂക്ക് കൊണ്ട് മണത്ത് പിടിക്കാനാ വായക്ക് തൊട്ട് മേലെ മൂക്ക് പിടിപ്പിച്ചത് കേട്ടോ. പണ്ട് പുരുഷന്മാരെല്ലാം പുറത്തിറങ്ങും, സ്ത്രീകളകത്തിരിക്കുന്നത് കൊണ്ടാണ് പുരുഷന്മാർക്ക് ഈ പൊടി പാറിയിട്ട് മൂക്കിലൂടെ ശ്വാസകോശത്തിൽ പൊടിയെത്തിയിട്ട് ബ്രോങ്കറ്റീസ് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കിലേക്ക് പൊടി കയറാതിരിക്കാൻ ഈട് അരിപ്പ വെച്ച മീശ വെച്ചത്. മനസ്സിലായില്ലേ? ഇപ്പൊ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ കുറേശ്ശെ മീശ മുളക്കാൻ തുടങ്ങി പെണ്ണുങ്ങൾക്കും. മനസ്സിലായില്ലേ? ഈ ശരീരം, നമ്മുടെ മനുഷ്യ ജീവിതം ഒരു അത്ഭുത വരമാണ്, ഒരു ഭാഗ്യമാണ്. എന്നിട്ട് ഇതിനെ നശിപ്പിക്കരുത് കേട്ടോ. ചെറിയൊരു വിഷയം വരുമ്പോൾ A+ കിട്ടാണ്ടാവുമ്പോൾക്ക് ആരെങ്കിലും പ്രേമം ഒഴിവാക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയ നിങ്ങളുടെ ശരീരം ഏതെങ്കിലും ഒരു കോന്തൻ നിന്റെ പ്രേമം വേണ്ടെന്ന് പറയുമ്പോൾ മരിക്കാൻ നിങ്ങൾക്ക് ആരുടെ അധികാരം തന്നത്? പ്രണയത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്തയില്ലാത്ത ഒരു ദിവസവും ഇല്ല പത്രത്തിൽ. എന്തൊരു വിഡ്ഢികളാണ് നമ്മൾ. നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല. അനാദികാലം മുതൽ പൊട്ടി വളർച്ചു വരുന്ന ജീവന്റെ ഒരു തുടിപ്പാണ് നമ്മുടെ ശരീരം. എൻ്റെ ശരീരം, എൻ്റെ ജീവൻ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. എൻ്റെ അച്ഛനും അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയതാ, അവർക്ക് കിട്ടിയത് അവരുടെ അച്ഛനും അമ്മയിൽ നിന്നാണ്. അതിനെ കൊല്ലാനും നശിപ്പിക്കാനും നിങ്ങൾക്ക് അധികാരമില്ല കേട്ടോ. അതിനെ ആവുന്നതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക, ആസ്വദിക്കുക. ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. ഇന്നോ നാളെയോ വിളക്കു കേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യപുസ്തകമല്ലോ ജീവിതം. ഈ ജീവിതത്തെ ഒരു കാവ്യപുസ്തകമാക്കുക, രസകരമാക്കുക, നമ്മുടെ സമൂഹത്തെ വളർത്താൻ. ഈ സമൂഹമെല്ലാം നല്ലതാ, ഞാനും നല്ലതാ. എപ്പോഴും എല്ലാറ്റിനും കുറ്റം പറയുന്ന ആരാന്നറിയാം? വീട്ടിൽ നിന്ന് എപ്പോഴും അതാരാ റോഡുമല പോന്ന്, അത് കോയുന്ന കുട്ടി, ഓ ഈ മഹാവൃത്തി കേട്ടോനാ. ബഷീർ അതിലും പോക്കാ, പഞ്ചായത്ത് മെമ്പറെ ഒന്നിനും കൊള്ളൂല, പ്രസിഡന്റ് തീരെ പോക്ക്, MLA അബദ്ധം, മന്ത്രിമാര് പോക്ക്, മുഖ്യമന്ത്രി പോക്ക്, പ്രധാനമന്ത്രി പോക്ക്, സകലരും പോക്ക്. ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ല, അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകൾ കേട്ടിട്ട് കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇങ്ങനെയാ റോഡ് മേൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഒരുത്തം ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നീ ഓവർടേക്ക് അല്ല, എന്നെ നീ ഓവർടേക്ക് ചെയ്യണ്ട. അഥവാ ഓൻ കയറിയിട്ടുണ്ട്, ഓനെ ഓവർടേക്ക് ചെയ്യണം. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. പിന്നെ എപ്പോഴും പ്രാക്ക് കേട്ട കുട്ടികൾ, 50 45 മാർക്കും വാങ്ങി വന്ന കുട്ടിയെ ആ 45 ഷെയ്ക്കൻഡ് കൊടുക്കാൻ നമ്മൾ അച്ഛനമ്മമാർക്ക് അറിയില്ല. വന്നോടൻ ചോദിക്കും, അതേ 5 തെറ്റി 5 വില, കിട്ടിയ 45 വിലയില്ല. എപ്പോഴും കുറ്റം പറഞ്ഞിട്ട് കുട്ടിക്ക് തോന്നും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എന്നെ ഒന്നിനും കൊള്ളൂല, അപകർഷതാബോധം. പിന്നെ മൂന്നാമതൊരു ടീമുണ്ട് കേട്ടോ. അവർ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് മുടിഞ്ഞു പോവും. ആരാന്നറിയോ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നിങ്ങളും പോക്ക, മൊത്തം പോക്ക.
ഈ 3 ഭാവങ്ങളിൽ നിന്ന് മാറിയിട്ട് മക്കളെ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല, എല്ലാം നല്ലതിനാണെന്ന ബോധത്തോടു കൂടി നല്ല രസകരമായി മുന്നോട്ട് പോവുക, ജീവിതത്തെ എനർജൈസ് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒറ്റ വർത്തമാനം വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു കവിത പറഞ്ഞ് ഞാൻ നിർത്തുക. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്താ കൊന്നപ്പൂവ് പറയാൻ കാരണം? വൈലോപ്പള്ളി എന്തുകൊണ്ട് പനിനീർ പൂവെന്നോ ചെമ്പരത്തിപ്പൂവെന്നോ പറഞ്ഞില്ല? അവിടെയാണ് ലോകത്തിൽ ഏറ്റവും നല്ല മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ് കൊന്നപ്പൂവ്. ബാക്കി എല്ലാ പുഷ്പങ്ങളും വിരിയുന്നത് വസന്തകാലത്താണ്. പക്ഷെ കൊന്നപ്പൂവ് വിരിയുന്നത് എപ്പോഴാ? വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്ന പൂത്തു. വരണ്ടുണങ്ങിയിരിക്കുന്ന മണ്ണിൻ്റെ അടിയിൽ എവിടെയെങ്കിലും നനവിൻ്റെ ആർദ്രതയുടെ പൊടിപ്പുകൾ ഉണ്ടെങ്കിൽ അത് തേടി പിടിച്ചു കൊണ്ടുവന്നിട്ട് സുന്ദരമായ സ്വർണ്ണപുഷ്പങ്ങളെ വിരിയിക്കുന്ന കൊന്നപ്പൂവായിരിക്കണം നമ്മുടെ മോട്ടിവേറ്റർ. ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിജീവിക്കാൻ പഠിക്കണം നിങ്ങൾ, കേട്ടോ. അല്ലാതെ എല്ലാത്തിനും അച്ഛാ അമ്മേന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാനല്ല, അതിജീവിക്കാൻ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകണം. അമേരിക്കക്കാർ വളരാൻ കാരണം എന്താ? അവരുടെ സ്വഭാവം അമേരിക്കൻ എന്നല്ലേ സ്പെല്ലിങ്, AMERICAN, അവസാനത്തെ 4 അക്ഷരം അവൻ്റെ സ്വഭാവം ICAN, ഐ കാൻ എന്നാണ്. നമ്മളെ കുഴപ്പം എന്താണെന്നറിയോ? എന്ത് പറഞ്ഞാലും നമ്മളെ ഇന്ത്യൻ്റെ അവസാനത്തെ 2 അക്ഷരം നമ്മളെ സ്വഭാവം IND IA. അത് നടക്കില്ല. IAയിൽ നിന്ന് ഐക്കാനിലേക്ക് നിങ്ങൾ മാറണം. അതിനുവേണ്ടി നിങ്ങളുടെ ഈ A+ ഉപകരിക്കട്ടെ, വിദ്യാഭ്യാസം ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ സമ്മാനത്തിന് അർഹരായ കുട്ടികളെയും അവരെ പഠിപ്പിച്ച അധ്യാപകരെയും അവർക്ക് സാഹചര്യമൊരുക്കിയ രക്ഷിതാക്കളെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു മെറിറ്റ് സെറിമണി സംഘടിപ്പിച്ച സിറ്റഡൽ കോച്ചിങ് സെൻറ്ററിനും വിശ്വഭാരതി സ്റ്റഡി സെൻറ്ററിനും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അവരെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. അതിലേറ്റവും കൂടുതൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്രയധികം ഇരിക്കുന്ന ഹാളിൽ പ്രസംഗിച്ചാൽ എവിടെ പോയാലും ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന കുട്ടികൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.